നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. നാളെ FC ഗോവക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് മാച്ച് വരുന്നത്. ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള പോസിബിൾ ലൈനപ്പിനെ കുറിച്ച് ഇന്ന് സംസാരിക്കാം. നിങ്ങളുടെ അഭിപ്രായത്തിലുള്ള പോസിബിൾ ലൈനപ്പ് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഗോൾ പോസ്റ്റിൽ സച്ചിൻ സുരേഷും ഡിഫൻസിൽ സെന്റർ ബാക്കുകളായിട്ട് വിദേശ താരമായ മിലോസ് ട്രിൻസിച്ചും ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ് ആയിട്ടുള്ള ബികാഷും സെന്റർ ബാക്കായിട്ട് വരുന്ന സമയത്ത് റൈറ്റ് ബാക്കായിട്ട് ഐബൻ ദോഹിലിങ്ങും ലെഫ്റ്റ് ബാക്കായിട്ട് നഓച്ച സിംഗും കളിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് വിപിനും അതുപോലെ തന്നെ ദാനിഷ് ഫാറൂഖും ഇവർ ഒരുമിച്ച് കളിക്കാനുള്ള സാധ്യത കാണുന്നു. ഇനി മുന്നിട്ട് നിരയിലേക്ക് വരുന്ന സമയത്ത് റൈറ്റ് വിങ്ങർ ആയിട്ട് കൊറോസിംഗ് തന്നെ കളിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ലെഫ്റ്റ് വിങ്ങിലേക്ക് വരുന്ന സമയത്ത് ആണ് നമുക്ക് ചില കൺഫ്യൂഷൻസ് വരുന്നത്. ഒരുപക്ഷെ ലൂണ അല്ലെങ്കിൽ പെപ്ര ഈ രണ്ട് താരങ്ങളിൽ ഒരാൾ വരാനുള്ള ചാൻസ് ആണ് കാണുന്നത്. ഏതായാലും നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടായത് കൊണ്ട് തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോളിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി ഇറങ്ങിയിട്ടുള്ള ഒരു മിഡ്ഫീൽഡ് റോളിലേക്ക് അല്ലെങ്കിൽ മിഡ്ഫീൽഡിൽ നിന്ന് കുറച്ചും കൂടി മുന്നേറ്റത്തിലേക്കും അതുപോലെ അറ്റാക്കിങ്ങിന്റെ സമയത്ത് കുറച്ചുകൂടി ബാക്കിൽ അതായത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോളിലേക്ക് പെപ്ര അല്ലെങ്കിൽ ലൂണ ഇവർ ആരെങ്കിലും വരാനുള്ള ചാൻസ് ആണ് കാണുന്നത്. ഇത് വിങ്ങിലും മിഡ്ഫീൽഡിലും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അതുപോലെ തന്നെ ഹിസസ് ജിമിനസ് എന്ന് പറയുന്ന താരം സ്ട്രൈക്കറായിട്ട് കളിക്കാനുള്ള ചാൻസും കാണുന്നു. ഒരു പക്ഷേ ഞാൻ ഈ പറയുന്നത് ഒന്നും ആയിരിക്കില്ല നാളെ മാച്ചിന് നടക്കുക. എന്തായാലും ഇതൊരു പോസിബിൾ ലൈനപ്പ് അല്ലെങ്കിൽ സാധ്യത ലൈനപ്പ് മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. നന്ദി.